പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. 2026 മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പരാമർശിച്ചുകൊണ്ട് യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം പുറത്തുവന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ നയപ്രഖ്യാപനം വായിച്ചത്. 62 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഉപഭോക്താക്കൾക്കാണ് ഇത്തവണയും വമ്പൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ എന്നിവയ്ക്കു പുറമെ സർക്കാർ സഹായത്തോടെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എല്ലാ ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിവരങ്ങളെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത എത്തിച്ചേർന്നത്. 2026 ജൂൺ മാസത്തിലെ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച നിബന്ധനകൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഗുണഭോക്താക്കളിൽ 24.47 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകൾ നൽകിയിട്ടുള്ള മുറയ്ക്കും 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ധനസഹായം എത്തിച്ചേരുന്നതാണ്. യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഇനിയും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. ജൂൺ മാസം 19 അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിനു ശേഷമാണ് വർദ്ധിച്ച പെൻഷൻ തുക കൈകളിലേക്ക് എത്തിച്ചേരുക. ഇതിനോടൊപ്പം 5 ഇനം സർക്കാർ സഹായങ്ങൾ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ 1000 രൂപയുടെ വർധനവാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂൺ 19 അവതരിപ്പിക്കുന്ന ബജറ്റിൽ 100 രൂപ മുതൽ 200 രൂപ വർധനവാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിതരണം, അർഹതാ മാനദണ്ഡം ക്രമീകരണം, മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഗുണഭോക്താക്കളുടെ സർട്ടിഫിക്കറ്റ് സമർപ്പണം. ഇതിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ, വരുമാന സർട്ടിഫിക്കറ്റുകൾ, വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിച്ചുകൊണ്ടുള്ള സാക്ഷ്യപത്രം, കൂടാതെ ഭിന്നശേഷി പെൻഷൻ തുകകൾ കൈപ്പറ്റുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നീ മാനദണ്ഡങ്ങൾ കൃത്യമായി പൂർത്തിയാക്കി സർക്കാരിൻ്റെ ഏറ്റവും പുതിയ വിധവാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉപഭോക്താക്കൾക്കാണ് വർദ്ധിച്ച പെൻഷൻ തുക എത്തിച്ചേരുക. പഴയ സർക്കാർ മാനദണ്ഡങ്ങൾ പുതുക്കി പുതിയ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കിയതിൻ്റെ ഭാഗമായി ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. 5-ൽ പരം സഹായങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വിദ്യാഭ്യാസ സഹായമായി നൽകും. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നയപ്രഖ്യാപനത്തിലൂടെ ഇടം പിടിച്ചിരിക്കുകയാണ്. കൂടാതെ വയോജന വകുപ്പിനും ഊന്നൽ നൽകുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. സംസ്ഥാനത്ത് തീരദേശം, നദികൾ, 34 തടാകങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി ഒരു സംയോജിത വികസന പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനത്തെ ഒരു സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ സിവിൽ വ്യോമയാനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി കേരളത്തെ മാറ്റും. 10,000-ലധികം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭകരെ ഉന്നത തലത്തിലുള്ള മത്സരക്ഷമത പ്രാപ്തമാക്കാൻ സമഗ്ര പിന്തുണ നൽകും. ഓരോ പഞ്ചായത്തിലെയും വനിതാ കർഷകരെ കണ്ടെത്തി അവരെ കാർഷിക മേഖലയിലെ പ്രധാന ശക്തിയാക്കി മാറ്റും. വനിതാ കൺസോർഷ്യം ആരംഭിക്കും. നെല്ല്, പച്ചക്കറി, പഴം, പയറ്, കിഴങ്ങ്, ഊണ്, തേനീച്ച കൃഷികളിൽ സ്ത്രീകളെ ശാക്തീകരിക്കും. മണ്ണ് പരിശോധനാ നയം ആരംഭിക്കും. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണത്തിനും ഡിജിറ്റലൈസേഷനും ഊന്നൽ നൽകും. ചലച്ചിത്ര വിനോദസഞ്ചാര വികസനം നടപ്പിലാക്കും. കേരളത്തെ ഒരു ഷൂട്ടിംഗ് കേന്ദ്രമാക്കി ഉയർത്തുന്നു. സമഗ്ര ചലച്ചിത്ര നയം നടപ്പിലാക്കും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ്ബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. തിയേറ്ററുകൾ നിർമ്മിക്കും. കേരളത്തിൻ്റെ ഒരു ലിവിംഗ് മ്യൂസിയം സ്ഥാപിക്കും. സഹകരണ മേഖലയിലെ അഴിമതി നിയന്ത്രിച്ച് നിക്ഷേപകരുടെ വിശ്വാസം പുനഃസ്ഥാപിക്കും. സഹകരണ സംഘങ്ങളുടെ നിക്ഷേപ ഗ്യാരണ്ടികൾ ശക്തിപ്പെടുത്തും. വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് മുൻഗണന നൽകും. ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ, തൊഴിൽക്ഷമത വർധന, ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വികസിപ്പിക്കും.
മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശ സംരക്ഷണം, ഇൻഷുറൻസ്, ക്ഷേമ പെൻഷൻ, ബ്ലൂ ഇക്കോണമി പദ്ധതികൾ നടപ്പിലാക്കും. പുതിയ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. വിലക്കയറ്റം നിയന്ത്രിക്കും. മാവേലി സ്റ്റോറുകളും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ആധുനികവൽക്കരിക്കും. ഉടൻ മറ്റ് വൻ പ്രഖ്യാപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതാണ്. അത് ഉടൻ തന്നെ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.